everyone and welcome back. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഓണം ഷോപ്പിങ്ങിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. ഇന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കാനാണ് പോകുന്നത്. ഇന്ന് പക്ഷേ കൂടെ അമ്മയില്ല കേട്ടോ. അച്ഛനും അമ്മയ്ക്കും വീട്ടിൽ കുറച്ച് പണിയുണ്ട്. കാരണം ഓണമൊക്കെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ഞങ്ങളോട് രണ്ടുപേരോടും പോയി ഡ്രസ്സ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു 10 മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആ ഒരു ടൈമിൽ നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെ ഒരു ബസ് ഉണ്ട് കേട്ടോ. അതിൽ കയറിയിട്ട് തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. മുന്നേ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റുഡിയോയിലേക്ക് വരാമെന്ന്. കാരണം ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ പുതിയ കളക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ ആദ്യം വന്നത്. വെസ്റ്റ് ബോട്ടിൻ്റെ അവിടെയുള്ള സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഭാഗത്തേക്കുള്ള സ്റ്റുഡിയോയിൽ അധികം വന്നിട്ടില്ല. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ജെൻസിന് അത്യാവശ്യം നല്ല കളക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനുള്ള ഡ്രസ്സ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ എടുത്തില്ല കേട്ടോ. കാരണം ഞങ്ങൾ വേറൊരു കടയും കൂടി നോക്കി വെച്ചിട്ടുണ്ട്. അവിടെയും കൂടി ഒന്ന് പോയിട്ട് ഫൈനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ലേഡീസിന് വേണ്ടത്ര ഒരു കളക്ഷനും ഉണ്ടായിരുന്നില്ല. പണ്ടത്തെ സ്റ്റുഡിയോടൊക്കെ പേര് പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വേണ്ട വിധം കളക്ഷന് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങിട്ടോ. കുറേ സമയം അവിടെ കളഞ്ഞാൽ ശരിയാവില്ല. പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് വീണ്ടും വെസ്റ്റ് ബോട്ടിൻ്റെ അവിടേക്ക് തന്നെ വന്നു. അവിടെ വന്നതിന് ശേഷം നല്ല വെയിലായിരുന്നു കേട്ടോ. കുറച്ച് നടക്കാനുണ്ടായിരുന്നു. കല്യാൺ 99 പോകാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും നല്ല ചൂട്, നല്ല ദാഹം. അപ്പോൾ വിചാരിച്ചു ഒരു ലൈം കുടിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ലൈമും കുടിച്ച് നേരെ കല്യാൺ 99 അങ്ങോട്ട് വിട്ടു കേട്ടോ. ഈ വട്ടം ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുള്ളത് മൊത്തം നമ്മളെ റീൽസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് കല്യാൺ 99 വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല കളക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലത്തെ സെക്ഷൻ മുഴുവൻ ലേഡീസിന് പറ്റിയതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊന്നും അവിടെ നിന്ന് കിട്ടില്ല കേട്ടോ. അമ്മയ്ക്ക് മാത്രം ഒരു ടോപ്പാണ് കിട്ടിയത്. ഞങ്ങൾ നോക്കിയ മോഡൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. മോളിലത്തെ സെക്ഷൻ പക്ഷേ അടിപൊളിയായിരുന്നു. ആൺകുട്ടികളുടെ ഇഷ്ടം പോലെ ഡ്രസ്സുകൾ കേട്ടോ. അതുപോലെ അത്യാവശ്യം നല്ല ഭംഗിയുള്ളതും നല്ല ക്വാളിറ്റി ഉള്ളതും പ്രൈസ് അത്യാവശ്യം കുറവുള്ളതുമായിരുന്നു കേട്ടോ. അങ്ങനെ ചുറ്റി നടന്ന് അതൊക്കെ കണ്ട് എനിക്കൊരു ഷർട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതൊക്കെ വെച്ച് നോക്കി എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ഉതുപ്പുള്ളൊരു കളറ്. പിന്നെ എടുത്താലും വെറുതെ പൈസ പോവും, നമ്മളത് ഇടലില്ലല്ലോ. അതുകൊണ്ട് അച്ഛനുള്ള ഷർട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു. കാരണം ഇവിടെ അത്യാവശ്യം നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അടിയിലേക്ക് ഇറങ്ങിയപ്പോൾ അതേ ഞാൻ നേരത്തെ നോക്കിയ ഷർട്ട് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ബൊമ്മേമേ. പിന്നെ ഒരു സ്ഥലത്തും അധികം സമയം കളയാണ്ട് പെട്ടെന്നാണ് കേട്ടോ ഞങ്ങൾ നോക്കി ഇറങ്ങുന്നത്. അവിടെ നിന്ന് ബില്ലടിച്ച് പാക്ക് ചെയ്തത് കൊടുത്ത് നേരെ നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് മാക്സ് ഉണ്ട്, അവിടേക്ക് കയറിയിട്ടുണ്ട്. മാക്സിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രസ്സുകളുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത്യാവശ്യം കളക്ഷനും നല്ല ഡ്രസ്സും ഉണ്ട്. പക്ഷെ പ്രൈസ് റേഞ്ച് 99 കല്യാണിലും സ്റ്റുഡിയോനെ അപേക്ഷിച്ച് ഭയങ്കര കൂടുതലാണ് കേട്ടോ. നമ്മളൊരു ഡ്രസ്സ് എടുക്കുന്ന ടൈമിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, അത്രയും പൈസ കൊടുത്ത് അത് വാങ്ങണം എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ഒരു 10 മിനിറ്റ് ഞങ്ങൾ ചിലവഴിച്ചുള്ളൂ കേട്ടോ. പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കാരണം ഓണായി തുടങ്ങിയല്ലോ. അപ്പോൾ കാക്കിരിപ്പനൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ നോക്കി നമ്മൾ നേരെ വന്നത് ട്രെൻഡ്സിലോട്ടാണ്. ട്രെൻഡ്സിൽ വന്നിട്ട് നോക്കിയിട്ടും ഞങ്ങൾക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒട്ടും കളക്ഷൻ ഇല്ല കേട്ടോ ഈ ഭാഗത്തെ ട്രെൻഡ്സിൽ. പിന്നെ അവിടെ നിന്നും പെട്ടെന്ന് ഇറങ്ങി നേരെ നമ്മൾ ഗ്രൗണ്ടിലോട്ട് വിട്ടു. ഈ ഡ്രസ്സ് എടുക്കാൻ വല്ല വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. കയറി ഇറങ്ങി മനുഷ്യന് വയ്യാണ്ടാവും. ഇനി നമ്മൾ പോകുന്നത് സ്റ്റുഡിയോയിലേക്ക് തന്നെയാണ് കേട്ടോ. കാരണം ഗ്രൗണ്ടിൻ്റെ ഭാഗത്തൊരു സ്റ്റുഡിയോ ഉണ്ട്. പക്ഷെ പോകുന്ന പോക്കിലാണ് വീണ്ടും ഒരു കല്യാൺ 99 കണ്ണിപ്പെട്ടത്. അവിടെ കയറിയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് കിട്ടിയിട്ടോ. അതുകൊണ്ട് തന്നെ ഇനി അധികം ചുറ്റണ്ടെന്ന് വിചാരിച്ചു. ആ ഡ്രസ്സ് തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. വടക്കേ സ്റ്റാൻഡിൻ്റെ ഭാഗത്തുള്ള കല്യാൺ 99 എന്നാണ് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിട്ടിയത്. ഇവിടെ വന്നപ്പോൾ മനസ്സിലായത് ഇവിടെ ലേഡീസിന് ഇഷ്ടപ്പെട്ട കുറേ ഡ്രസ്സുകളുണ്ട്. മറ്റേ വെസ്റ്റ് ബോർഡിനെ അപേക്ഷിച്ച് ലേഡീസിന് കുറച്ചും കൂടി നല്ലത് വടക്കേ സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള കല്യാൺ 99 ആണ് കേട്ടോ. അവിടെ നിന്ന് ഡ്രസ്സ് എടുത്ത് നമ്മൾ നേരെ കോർപ്പറേറ്റ് ഓഫീസിൻ്റെ അവിടേക്ക് വന്നു. ഇനി നമുക്ക് അതിന് മാച്ചിങ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങണം. അതും ഒരു ഇൻസ്റ്റാ റീൽ കണ്ട ഒരു കട തപ്പി ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷെ പെട്ടുപോയി. കാരണം കറക്റ്റായിട്ട് ലൊക്കേഷൻ കാര്യങ്ങളൊന്നും അവർ കൊടുക്കാത്ത കാരണം പുത്തമ്പള്ളിയുടെ അവിടെ വന്ന് ശരിക്കും ഞങ്ങൾ വട്ടം കറങ്ങിട്ടോ. പക്ഷെ പ്രതീക്ഷ കടയും കിട്ടിയില്ല. പകരം കയറി ചെന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ കോസ്മെറ്റിക്സ് മാത്രമുള്ളൊരു കടയിലായിരുന്നു. അവിടെ കയറി ഉണ്ണിക്കൊരു ലിപ്സ്റ്റിക്കും കൂടി എടുത്ത് നമ്മൾ വേഗം നമ്മുടെ പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ആ കട തപ്പി നടന്നില്ല കേട്ടോ. കാരണം അത് എവിടെയാണെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനുള്ള പ്ലാനായിരുന്നു കേട്ടോ. മിങ്ങിലേക്ക് വരാനുള്ള പ്ലാനിലാണ് ഇരുന്നിരുന്നത്. അപ്പോൾ ഇത്തിരി വൈകി പോയാൽ മതി എന്ന് വിചാരിച്ചു. കാരണം ഇപ്പം അത്യാവശ്യം നല്ല തിരക്ക് ഉച്ച സമയത്ത് അവിടെ ഉണ്ടാവുമെന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 3:30 ആയിട്ടോ. അപ്പോൾ 3:30 പോകുമ്പോഴും അവിടെ വെയിറ്റിംഗ് തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ വന്നാലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഡിഷ് വാങ്ങിയാൽ മതി 3 പേർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാം. ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഞങ്ങളൊരു ഷെസ്വാൻ ഫ്രൈഡ് റൈസും കൂട്ടത്തി ചില്ലി ചിക്കനാണ് വാങ്ങിച്ചത്.
ഞങ്ങൾ ഫ്രൈഡ് റൈസ് കഴിച്ചുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും ചിക്കൻ നൂഡിൽസ് ആണ് കേട്ടോ ഞങ്ങൾ പാഴ്സൽ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ അവർ പാഴ്സൽ അടിക്കുന്നതിന് പകരം നമുക്കത് കൊണ്ടുവച്ച് തന്നു. പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞത് വീണ്ടും പാഴ്സൽ അടിക്കേണ്ടി വന്നു കേട്ടോ. അത് നമ്മൾ ഓർഡർ കൊടുത്തതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് അവർക്ക് പറ്റിയതാവും, കാരണം നല്ല തിരക്കായിരുന്നല്ലോ. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ അതേ പുലിക്കളിയുടെ ട്രോഫീസാണ് കേട്ടോ നിരത്തി വെച്ചിട്ടുള്ളത് കോർപ്പറേറ്റ് ഓഫീസിൻ്റെ മുന്നിൽ. സത്യം പറഞ്ഞാൽ പുലിക്കളിക്ക് ഇത്രയധികം സമ്മാനങ്ങളുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഞാനൊരു ടീം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചത്. ഇവിടെ വന്ന് കണ്ടപ്പോൾ മനസ്സിലായി ഇഷ്ടം പോലെ വിഭാഗങ്ങളുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ നാളെ കാണാം.